ഇപ്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ഫോക്കസ് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചു. ഇനി ഏതാനും സീറ്റുകൾ നിയമസഭയിൽ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭരണത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതിപ്പോൾ സമീപ ലക്ഷ്യമല്ല. അതേസമയത്ത് CPMൻ്റെ ഏറ്റവും വലിയ സമീപ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും 3ാം തവണയും ഭരണത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ BJP ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ, അല്ലേ? ഇപ്പോൾ നമ്മൾ വികസനത്തിനെയാണ് എല്ലാവരും ഇട്ട് ഉപയോഗിക്കുന്നത്. അതായത് 3 മുന്നണികളും വികസനത്തെയാണ്. വികസിത കേരളം BJPയുടേത്, വികസന മുന്നേറ്റ ജാഥ LDFൻ്റേത്, പിന്നെ പുതുയുഗ അല്ലേ, പുതുയുഗ യാത്ര VD സതീശൻ്റേത്. അപ്പോൾ ഇവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്ന ഒരു ഒറ്റ വിഷയത്തിലാണ്. അപ്പോൾ അതിനകത്ത് BJP വേറൊരു റൂട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് കണ്ണൂരിലെ മെയിൻ വ്യവസായം എന്ന് പറയുന്നത് ഇപ്പം നിലവിലെന്താ? പണ്ട് കൈത്തറിയും ബീഡിയൊക്കെ ആയിരുന്നു. പക്ഷെ കണ്ണൂരിലെ മെയിൻ വ്യവസായം അന്ന് ഈ കൈത്തറിയും ബീഡിയൊക്കെ ആണെങ്കിൽ പോലും മെയിൻ വ്യവസായം അവിടെ ഈ രാഷ്ട്രീയമാണ്, അല്ലേ? അവിടെ ഈ നമ്മൾ കാണുന്ന കാഴ്ച, സ്ത്രീകൾ ജോലിക്ക് പോവുകയും ആണുങ്ങൾ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയവും, ഒരു 10 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ വെട്ടും കൊലയും കൊലപാതകവും ഒക്കെ ആയിട്ട് പോവുക, ഇടയ്ക്കിടയ്ക്ക് ഒളിയിൽ പോവുക, ജയിലിൽ പോവുക, ഇങ്ങനെയുള്ള കലാപരിപാടികളിലോട്ടായിരുന്നു ഈ ആണുങ്ങൾ മുഖ്യമായിട്ട് നടന്നിരുന്നത്. മുഴുവൻ ആണുങ്ങളെന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ നമ്മൾ അവിടെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിരുന്നൊരു കാഴ്ച, സ്ത്രീകൾ ജോലിക്ക് പോവുകയും വിശേഷിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്ക അതായത് ഈ ഡെയിലി ബേസിലുള്ള ജോലിക്കായിരുന്നു പലരും പോകുന്നത് നമ്മൾ കാണുന്ന സാധനം. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഈ മൈഗ്രൻസ് ഉണ്ട്. ഉദാഹരണത്തിന് മറ്റേ മൈഗ്രൻസ് അല്ല, നമ്മൾ ഗൾഫ് മേഖലയിലേക്ക് പോയിട്ടുള്ളവർ, കണ്ണൂർ പ്രവാസികളുണ്ട്. കണ്ണൂർ മേഖല എടുത്ത് നോക്കുക, പ്രവാസികളൊക്കെ ഉണ്ട് അവിടെ, പോയിട്ടുണ്ട്. മാത്രമല്ല വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ലോകത്തിൽ തന്നെ വളരെ ശ്രദ്ധ നേടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും പൊതുവായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലെ കണക്ക് ഇപ്പം മറ്റ് ജില്ലകളിലൊക്കെ എടുത്ത് നോക്കിയാൽ കേരളത്തിൽ ഏതെങ്കിലും മിക്കവാറും എല്ലാ വീടുകളിൽ നിന്നും ഒരു നേരിട്ട് ബന്ധമുള്ള ഒരാൾ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യങ്ങളിലോ അമേരിക്കയിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ കണ്ണൂരേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമാണ് ആണുങ്ങളുടെ മെയിൻ ഏർപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു മറ്റുള്ള ജില്ലകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വികസനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരൊറ്റ ശ്രദ്ധയിലേക്ക് BJP ഇവിടെ വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു കേന്ദ്രീകരണമാണ് നടത്തുന്നത്.